പശ്ചിമേഷ്യയിൽ കടുത്ത പിരിമുറുക്കവും യുദ്ധസമാന സാഹചര്യവും നിലനിൽക്കുന്നതിനിടയിൽ ഇറാൻ അമേരിക്ക നിർണായക ചർച്ചകൾ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിൽ തുടരുകയാണ്. ഇരു കൂട്ടരും പരസ്പരം ഭീഷണികളും പോർവിളികളും തുടരുന്നതിനിടയിലാണ് സമാധാന ശ്രമങ്ങളിൽ നിർണായകമാകുന്ന നീക്കം നടക്കുന്നത്. മസ്കറ്റ് ചർച്ചയിൽ ഒത്തുതീർപ്പിന് വഴിതെളിഞ്ഞില്ലെങ്കിൽ ഇറാനെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേത്. ഭീഷണി അംഗീകരിക്കില്ല, പരസ്പര ബഹുമാനത്തിലൂന്നി മുന്നോട്ട് പോകണം എന്ന് ഇറാനും ആവശ്യപ്പെടുന്നുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ തന്നെ ഇറാനിലെ തങ്ങളുടെ പൌരന്മാർ ഉടൻ രാജ്യം വിടണമെന്ന അമേരിക്കയുടെ നിർദ്ദേശവും മേഖലയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആദ്യം കാണാം ആർഡിക്സ് റാപ്പ്. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി ഉടലെടുത്ത രൂക്ഷമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനായുള്ള ചർച്ചകൾക്കാണ് തുടക്കമായിരിക്കുന്നത്. ആണവ പദ്ധതിയിലും അതേ തുടർന്നുണ്ടായ ഉപരോധങ്ങളിലും ചർച്ച കേന്ദ്രീകരിക്കണമെന്നാണ് ഇറാന്റെ ആവശ്യം. എന്നാൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങളും സായുധ ഗ്രൂപ്പുകൾക്ക് സർക്കാർ നൽകുന്ന പിന്തുണയും ചർച്ചാ പരിധിയിൽ വരണമെന്ന നിലപാടാണ് അമേരിക്കയ്ക്ക്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയാണ് ഇറാനിയൻ സംഘത്തെ നയിക്കുന്നത്. US സംഘത്തെ വൈറ്റ് ഹൌസ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫും പ്രസിഡന്റ് ട്രംപിന്റെ മരുമകനും ഉപദേശകനുമായ ജെറേഡ് കുഷ്നറും നയിക്കുന്നു. ആദ്യം തുർക്കിയാണ് ചർച്ചാവേദിയായി നിശ്ചയിച്ചിരുന്നതെങ്കിലും ഇറാന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഒമാനിലേക്ക് മാറ്റിയത്. ഇറാനിലെ ആഭ്യന്തര പ്രക്ഷോഭങ്ങളും അടിച്ചമർത്തലുകളുമെല്ലാം ചർച്ചയിൽ അമേരിക്ക ഉന്നയിക്കുമെന്നാണ് വിവരം. ഇറാൻ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അമേരിക്ക നടപടികൾ കടുപ്പിച്ചത്. US യുദ്ധക്കപ്പലുകൾ ഇറാന് സമീപം നിലയുറപ്പിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെത്തി. ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനെതിരെ നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകിക്കഴിഞ്ഞു. പരസ്പര ബഹുമാനത്തിലധിഷ്ഠിതമായ ഒത്തുതീർപ്പാണ് ആഗ്രഹിക്കുന്നതെന്ന നിലപാടിലാണ് ഇറാൻ. RDX റാപ്പ് ന്യൂസ് മലയാളം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡേറ്റകളിലേക്കാണ് ഇനി RDX പോകുന്നത്. ഇറാൻ വിടാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇറാനിലെ US പൗരന്മാർ എത്രയും വേഗം രാജ്യം വിടണമെന്നാണ് അമേരിക്ക നൽകിയിരിക്കുന്ന നിർദ്ദേശം. US സർക്കാരിന്റെ സഹായമില്ലാതെ ഇറാൻ വിടാൻ പദ്ധതി തയ്യാറാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിമാന സർവീസുകൾ റദ്ദാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് വിമാന കമ്പനികളുമായി. അതുകൊണ്ട് തന്നെ പൗരന്മാർ നേരിട്ട് ബന്ധപ്പെടണം. ഇന്റർനെറ്റ് സേവനം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട്. ബദൽ വാർത്താവിനിമയ മാർഗം കണ്ടെത്തണമെന്നും പൗരന്മാരെ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷിതമെങ്കിൽ കരമാർഗം അർമേനിയയിലേക്കോ അതല്ലെങ്കിൽ തുർക്കിയിലേക്കോ മാറാൻ ശ്രമിക്കണമെന്നും നിർദ്ദേശം നൽകുന്നു. അമേരിക്കൻ പാസ്പോർട്ട് കാണിക്കുന്നത് ഇറാനിൽ അറസ്റ്റിന് കാരണമാകാം എന്നുകൂടി മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. ഇതിനൊക്കെയും പുറമെ 1.5 മണിക്കൂർ നീണ്ട വീഡിയോ കോൺഫറൻസ് കൂടിക്കാഴ്ച നടത്തി ഷീ ജിൻപിങ്ങും പുടിനും. ഇറാനും US തമ്മിൽ ഉടലെടുത്ത പ്രശ്നങ്ങളുടെ സാഹചര്യം പ്രധാന ചർച്ചയായിട്ടുണ്ട്. ഏകപക്ഷീയ നീക്കങ്ങൾക്ക് പകരം നയതന്ത്ര പരിഹാരം വേണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പുടിനുമായുള്ള വീഡിയോ കോൺഫറൻസിന് പിന്നാലെ ട്രംപുമായും ഷീ ജിൻപിങ് സംസാരിച്ചിട്ടുണ്ട്. ജനുവരി അവസാനം റഷ്യ, ചൈന, ഇറാൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ ത്രികക്ഷി കരാർ ഒപ്പുവച്ചിരുന്നു. കരാർ പ്രകാരം ഇറാന്റെ ആഭ്യന്തര സുരക്ഷ ഉറപ്പാക്കാൻ റഷ്യയും ചൈനയും സഹകരിക്കും എന്നാണ് അതിലുള്ളത്. പേർഷ്യൻ കടലിടുക്കിലും ഒമാൻ ഉൾക്കടലിലും US സൈനിക അഭ്യാസങ്ങൾ നടത്തി. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ USS എബ്രഹാം ലിങ്കൺ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. US വിമാനവാഹിനി കപ്പലിന് അടുത്തുവരെ ഡ്രോൺ പറത്തി ഇറാനും പ്രകോപനം തീർക്കുന്നുണ്ട്. അതിനൊപ്പം ഹൈപ്പർസോണിക് മിസൈൽ ഫത്താഹ് 2 വരെ ഉപയോഗിച്ച് ഇറാൻ അഭ്യാസ പ്രകടനവും നടത്തി. അപ്പോ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. ഹർഷൻ, ഇറാൻ അമേരിക്ക ചർച്ച ആദ്യം തുർക്കിയിൽ വെച്ച് നടത്താനായിരുന്നു തീരുമാനം. പിന്നീട് ഇറാന്റെ ആവശ്യമായിരുന്നു ഒമാനിൽ വെച്ച് ചർച്ച നടത്താമെന്ന്. ആ ആവശ്യത്തെ അമേരിക്ക അംഗീകരിക്കുകയായിരുന്നു. ചർച്ച തുടങ്ങിയിട്ടുണ്ട്. അതൊരു വശത്ത് ചർച്ച പുരോഗമിക്കുന്നു. മറുവശത്ത് ഇപ്പോഴും മധ്യപൂർവേഷ്യയിൽ അശാന്തി പകർന്നുകൊണ്ട് ഈ ഒരു യുദ്ധസമാന സാഹചര്യം അവിടെയുണ്ട്. കടലിൽ അറേബ്യൻ സീയിൽ USS എബ്രഹാം ലിങ്കൺ വിന്യസിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ എബ്രഹാം ലിങ്കണിൽ നിന്നാണ് ഒരു ഡ്രോൺ പോവുകയും അവിടെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയും ചെയ്തത്. ഇറാനിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യം നിൽക്കുന്നു. മറുവശത്താണ് ഈ ത്രികക്ഷി കരാറിന്റെ ഭാഗമായിട്ടുള്ള പുടിൻ ഷീ ജിൻപിങ് ചർച്ചകൾ നടക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ ജിയോ പൊളിറ്റിക്സിനെ ആകെ ബാധിക്കുന്ന ഒരു സംഭവ വികാസമാണ്. ചർച്ചകൾ ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അതായത് പ്രധാനപ്പെട്ട ആവശ്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ആവശ്യം എന്നത് ഈ സീറോ ന്യൂക്ലിയർ കേപ്പബിലിറ്റി എന്നത് തന്നെയാണ്. ഇറാന്റെ സീറോ ന്യൂക്ലിയർ കേപ്പബിലിറ്റി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറണം എന്നുള്ളത്. ഇറാൻ എല്ലാ യുറേനിയം സ്റ്റോക്കും നശിപ്പിക്കണം എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട ആവശ്യമായി നിൽക്കുന്നത്. മാത്രമല്ല ഈ ചൈനയിലേക്കുള്ള എണ്ണ കയറ്റുമതി അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കണം എന്നുള്ളതും അത് അവസാനിപ്പിക്കണം എന്നുള്ളതും തന്നെയാണ് ആവശ്യമായി വരിക. ഈ 3-4 വിഷയങ്ങൾ പ്രധാനപ്പെട്ട വിഷയമായി മുൻനിർത്തുന്നുണ്ടെങ്കിലും അവിടുത്തെ ഈ റെജീം ചേഞ്ച് അടക്കമുള്ള പല വിഷയങ്ങളും അമേരിക്ക ഘട്ടം ഘട്ടമായി അവതരിപ്പിക്കാൻ തന്നെയാണ് സാധ്യത.
ഏതെങ്കിലുമൊക്കെ തലത്തിൽ ചില ഒത്തുതീർപ്പുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. ഇതിപ്പോൾ വളരെ സാഹസപ്പെട്ട് പെട്ടെന്ന് ഇറാനിലൊരു ഇടപെടൽ നടത്താൻ തക്കവണ്ണമുള്ള നീക്കമൊന്നും ട്രംപ് നടത്തുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ വെനിസ്വേലയിൽ ചെയ്തതുപോലെ ഇറാനിൽ ഓടിപ്പോയി ചെയ്തു കഴിഞ്ഞാൽ ഈ മേഖല മുഴുവൻ കുഴപ്പത്തിലാകും എന്നുള്ള കാര്യത്തിലൊക്കെ ട്രംപിന് നല്ല ബോധ്യമുണ്ട്. മാത്രമല്ല ട്രംപ് ചെയ്യുന്നത് എന്താണ്, ട്രംപ് ആത്യന്തികമായി ട്രംപിൻ്റെ കച്ചവടം അല്ലെങ്കിൽ ഒരു കച്ചവട കണ്ണോടെ ഈ കാര്യങ്ങളെ മൊത്തം മാറ്റുക, മൊത്തം ഒരു അസ്ഥിരാവസ്ഥയുണ്ട് എന്ന പ്രതീതി സൃഷ്ടിക്കുക എന്നുള്ളതാണ്. വലിയ യുദ്ധങ്ങളിലേക്ക് നേരിട്ട് ട്രംപ് കടക്കുന്നില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ അവിടുന്ന് ഇറാനിലുള്ള US പൗരന്മാരെല്ലാം മാറിക്കോളൂ എന്നൊക്കെ ആഹ്വാനം ചെയ്യുമ്പോൾ അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള പ്രതീതി തൽക്കാലം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അത്ര എളുപ്പമല്ല. ഈ വെനിസ്വേലയിലൊക്കെ ചെയ്തതുപോലെ അത്ര എളുപ്പത്തിൽ അമേരിക്കയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഘട്ടം ഘട്ടമായി പല നിയന്ത്രണങ്ങളും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ഒരു സമ്മർദ്ദത്തിലൂടെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുക എന്നത് തന്നെയായിരിക്കും നയം. അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് ഇത്തരം ചില ന്യൂക്ലിയർ കാര്യങ്ങൾ അതിൽ മാത്രം ചർച്ച ഒതുങ്ങുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇറാൻ ആഗ്രഹിക്കുന്നത്. ഇറാനിൽ ഏതെങ്കിലും തരത്തിൽ ഭരണകൂടത്തെ തൊടുന്ന തരത്തിലോ അവിടുത്തെ ഒരു റെജീം ചേഞ്ച് എന്നുള്ള നിലയ്ക്കുള്ള ഒരു ഇടപെടലിലോ ഒന്നും ഇറാൻ ആഗ്രഹിക്കുന്നില്ല. ആ നിലയ്ക്കുള്ള ഒരു ഇടപെടലായിരിക്കില്ല ഇറാൻ ഒരു തരത്തിലും ആഗ്രഹിക്കുക. പക്ഷേ അമേരിക്ക അതിലേക്ക് കൂടി കാര്യങ്ങളെ കൊണ്ട് ചെന്നെത്തിക്കും. അവിടുത്തെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, ഇപ്പോൾ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയത്, കൊല്ലപ്പെട്ട ആളുകളുടെ കണക്ക്, ഇതെല്ലാം ഈ ചർച്ചയിൽ അവതരിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. പിന്നെ ഈ വല്ലാതെ പിണങ്ങി നിൽക്കുന്നവർക്ക് ഏതറ്റം വരെയും പരസ്പരം പ്രശ്നങ്ങൾ അവതരിപ്പിക്കാവുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അതെല്ലാം ഇവിടെ അവതരിപ്പിക്കപ്പെടും. ഇതിന് സമാന്തരമായി നടക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷീ ജിൻപിങ്ങും പുടിനും തമ്മിൽ ദീർഘനേരമാണ് അവർ തമ്മിൽ വീഡിയോ കോൺഫറൻസിലിരുന്നത്. ദീർഘനേരം ഈ സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ടുണ്ട്. ഷീ ജിൻപിങ് അതിനുശേഷം ട്രംപുമായി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ ഒന്ന് മയപ്പെടുത്തുന്നതിന് വേണ്ട ശ്രമങ്ങൾ ആ നിലയ്ക്ക് പല വഴിക്ക് ലോകത്ത് നടക്കുന്നുണ്ട്. അമേരിക്ക ആത്യന്തികമായി ആഗ്രഹിക്കുന്നതാണ് ഒരു സൈഡിൽ കൂടെ അതിൻ്റെ ട്രേഡ് ഡീലുകളെല്ലാം പൂർത്തിയാക്കി വരുന്നു. അമേരിക്കയ്ക്ക് താല്പര്യമുള്ള തരത്തിൽ അതിനെ കൊണ്ടുചെന്നെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ചില സ്ഥലത്ത് മാത്രമേ അത് ആ നിലയ്ക്ക് നടക്കാത്തുള്ളൂ. ഇപ്പോൾ ചൈനയുടെ അടുത്ത് ആഗ്രഹിക്കുന്ന മട്ടിലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. പക്ഷേ ബാക്കി എല്ലാ രാജ്യങ്ങളെയും ആ നിലയ്ക്ക് കാര്യങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ, ഇപ്പോൾ യുക്രൈൻ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടാണ് റഷ്യയുടെ കാര്യത്തിൽ പൂർണ്ണമായും ഉപരോധം ഏർപ്പെടുത്തുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് യൂറോപ്യൻ യൂണിയൻ്റെ 20ാമത്തെ റൗണ്ട് ഉപരോധമാണ് റഷ്യയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ളത് അല്പം മുമ്പ്. അപ്പോൾ എണ്ണ വ്യാപാരം ഏതാണ്ട് സമ്പൂർണ്ണമായി നിലയ്ക്കുന്ന തരത്തിലേക്ക് റഷ്യയെ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അവിടെ സമാന്തരമായി നടക്കുന്നുണ്ട്. അതും എത്ര കാലം അതൊക്കെ നീണ്ടു നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് ആത്യന്തികമായി യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയാണ് ഇതുകൊണ്ട് പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ഊർജ്ജ ആവശ്യങ്ങൾ വേണ്ട രീതിയിൽ നിറവേറ്റാൻ പറ്റാത്ത സ്ഥിതി യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്കുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ആ പ്രശ്നം ഇപ്പോൾ യൂറോപ്പ് ഏർപ്പെടുത്തുന്ന ഉപരോധം അടക്കം ആ പ്രദേശത്തെ ആകെപ്പാടെ ഒരു അൺട്രസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പം മൊത്തം ലോകാവസ്ഥ ഇങ്ങനെ കുറച്ച് കുഴപ്പം പിടിച്ചതായി മാറി നിൽക്കുമ്പോൾ ഈ ചർച്ച, ഈ ഇറാനുമായി നടക്കുന്ന ചർച്ചയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് ഫോർമുല രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഞാനങ്ങ് പ്രതീക്ഷിക്കുകയാണ്. കാരണം അവിടുത്തെ പ്രക്ഷോഭകാരികളൊന്നും ഏറെ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇറാനിലെ ആ മട്ടിലൊരു ഇടപെടലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഇപ്പോൾ അമേരിക്ക ഇടപെട്ടിട്ടാണോ അവിടുത്തെ പ്രക്ഷോഭകാരികളെ സഹായിക്കേണ്ടത്, അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാണ്. അവിടെ സ്വാഭാവികമായ രീതിയിൽ ഇപ്പോൾ ഖമനേയിയൊക്കെ നേരിട്ട് ഭരണതലത്തിൽ ഇടപെടുന്ന, നേരിട്ട് അവർ തന്നെ എല്ലാം നിയന്ത്രിക്കുന്ന തരത്തിൽ നിന്ന് മാറിയിട്ട് അവിടെ അതിന് മുമ്പുണ്ടായിരുന്ന തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലൂടെയുള്ള ആ ഭരണക്രമവും ആ സർക്കാരിന് കൂടുതൽ അധികാരവും എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലോ നിർദ്ദേശമോ ഒക്കെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഒരു പരിധിവരെ അത് ഏതെങ്കിലുമൊക്കെ അംഗീകരിക്കപ്പെട്ടേക്കാം. കാരണം ഇവിടുന്ന് മുമ്പോട്ടുള്ളത്, ഇപ്പോൾ മുമ്പ് ഇറാനുമായിട്ട് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ വലിയ സംഘർഷം ഉണ്ടാവുകയും അതിനുശേഷം ഒരു ഒത്തുതീർപ്പ് ഫോർമുലയിലെത്തുകയും അവിടുത്തെ ന്യൂക്ലിയർ സങ്കേതങ്ങൾ പരിശോധിക്കാനുള്ള അനുമതി കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ അവിടെ നിന്നും മുമ്പോട്ട് പോവുകയാണ് ഇറാൻ ചെയ്തത്. ആ ഒരു പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് ഇറാൻ വീണ്ടും യുറേനിയം സമ്പുഷ്ടീകരണവും ഒക്കെയായി ഇറാൻ അതിൻ്റെ പദ്ധതി മുമ്പോട്ട് കൊണ്ടുപോയി. അപ്പോൾ തൽക്കാലത്തേക്ക് ഒരു ചുവട് പിന്നോട്ട് വെച്ചാൽ അവർക്ക് വീണ്ടും ആ പദ്ധതികളുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരിക്കും മിക്കവാറും ഇറാൻ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു നീക്കമാണ്. പക്ഷേ ഇതിനിടയ്ക്ക് എന്താണ് ശക്തി പ്രകടനമൊക്കെ നടത്തുന്നുണ്ട്, മിസൈലുകൾ പ്രദർശിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ശക്തി പ്രകടനം. അത് വെറുതെ അല്ല കേട്ടോ. കാരണം ഒരു നിലവിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഇടപെടൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തീർച്ചയായും ആ മേഖലയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്കെല്ലാം
ഭീഷണിയാണെന്ന് മാത്രമല്ല ആ രാജ്യങ്ങൾക്ക് തന്നെ ഭീഷണിയാവുന്ന ഒരു സാഹചര്യമുണ്ട്. 9 രാജ്യങ്ങൾ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട് ഈ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള നിലയ്ക്ക്. ആ താല്പര്യം അറിയിക്കുകയും ആ സമ്മർദ്ദം ചെലുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ മേഖലയിലെ 9 രാജ്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഒരു ഒത്തുതീർപ്പിൻ്റെ സാധ്യതയിലേക്ക് തന്നെ ആയിരിക്കും കാര്യങ്ങൾ പോവുക. ഇനി ഏതെങ്കിലും തരത്തിൽ അത് ഒത്തുതീർപ്പായില്ലെങ്കിൽ കൂടുതൽ വലിയ സംഘർഷത്തിലേക്കും കൂടുതൽ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഈ അസ്വസ്ഥ സാഹചര്യത്തിലേക്കുമൊക്കെ ലോകം പോകും. ഇപ്പോൾ ഇത് ഒത്തുതീർപ്പായാൽ എനിക്ക് തോന്നുന്നത് ഇറാൻ എണ്ണ കച്ചവടം ചെയ്യാൻ പറ്റിയേക്കും. അതിൻ്റെ വലിയ ഉപരോധത്തിൻ്റെ വലിയ ബുദ്ധിമുട്ട് ഇറാൻ നേരിടുന്നുണ്ട്. ഇറാനിൽ നിന്ന് ഇന്ത്യ എണ്ണ മേടിച്ചുകൊണ്ടിരുന്നതാണ്. അമേരിക്ക പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ എണ്ണ മേടിയത് ഏതാണ്ട് അവസാനിച്ചു. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ മേടിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ എണ്ണ വാങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എണ്ണ മേടിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യുന്നു. പക്ഷേ ഓൾറെഡി എണ്ണ മേടിക്കൽ ഏതാണ്ട് പൂർണ്ണമായി നിർത്തിയ അവസ്ഥ തന്നെയാണ്. റഷ്യയിൽ നിന്ന് എണ്ണയൊന്നും ഇപ്പോൾ കാര്യമായിട്ട് മേടിക്കുന്നില്ല. ഇതാണ് സത്യം. റഷ്യയിൽ നിന്ന് വില കുറച്ച് നാൾ എണ്ണ മേടിച്ചു. ഇപ്പം കാര്യമായിട്ട് എണ്ണ മേടിക്കുന്നില്ല. അല്ല, ഇപ്പം എണ്ണ മേടിക്കുന്നില്ല. അതാണ് അവസ്ഥ. വളരെ കുറവാണ് ഇപ്പോൾ എണ്ണ. എല്ലാ ഇപ്പോൾ സമീപകാലത്ത് ഏറ്റവും കുറവ് എണ്ണ മേടിക്കുന്ന ശതമാനത്തിലൂടെ നമുക്ക് കൂടുതൽ കുറച്ചാ തന്നെ. പക്ഷേ ഇതിപ്പോ 2-3% ഉള്ളൂ. അല്ല, ഇപ്പൊ ഏറ്റവും കുറച്ച് എണ്ണ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന കാലമാണിത്. ഇറാനിൽ നിന്നുള്ള മേടിയിൽ നമ്മൾ നിർത്തിയിരുന്നു. വെനിസ്വേലയുടെ പ്രശ്നം വന്നപ്പോൾ നമ്മൾ മേടിയിൽ നിർത്തിയിരുന്നു. അപ്പോൾ നമ്മളെപ്പോലെ ഈ കാര്യങ്ങളിൽ അമേരിക്കയ്ക്ക് ഇടപെടൽ ശേഷിയുള്ള രാജ്യങ്ങൾ എന്നവർ പ്രതീക്ഷിക്കുന്ന രാജ്യങ്ങളെ ആ നിലയ്ക്ക് കൈകാര്യം ചെയ്യുകയും കൂടി ചെയ്യും. കാരണം അവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തും. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ കണ്ടില്ലേ, റഷ്യക്കെതിരെയുള്ള 20ാമത്തെ റൗണ്ട് ഉപരോധം ഇന്നിപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് അത് ആത്യന്തികമായി അമേരിക്കൻ താല്പര്യം തന്നെയാണ് അവിടെ നടപ്പാവുന്നത്. അതുകൊണ്ട് നഷ്ടമുണ്ടാകുന്ന ആർക്കാണ്? അതുകൊണ്ട് നഷ്ടമുണ്ടാകുന്നത് ഈ തത്വം പറഞ്ഞ് ഈ ഉപരോധം ഏർപ്പെടുത്തുമ്പോൾ നഷ്ടമുണ്ടാകുന്നത് യൂറോപ്പിലെ രാജ്യങ്ങൾക്ക് തന്നെയാണ്. ഇത് എല്ലാത്തിനും വില കൂടുന്ന അവസ്ഥയാണ് യൂറോപ്പിൽ ഇപ്പോഴും ഉള്ളത്. പക്ഷേ അമേരിക്കയ്ക്ക് ആ ഇടപെടൽ ശേഷി ഉണ്ട് എന്ന് സ്ഥാപിക്കാനും തെളിയിക്കാനും പറ്റിയ ഒരു അവസരം കൂടി. അങ്ങനെ എനിക്ക് തോന്നുന്നു ട്രംപ് ഇറങ്ങുമ്പോഴേക്കും ട്രംപ് അമേരിക്കയുടെ ഈ കാലം കണ്ട ഏറ്റവും മഹാനായ നേതാവായി മാറും. കാരണം ഒന്നാമത്തെ ട്രംപിന്റെ ഭരണകാലം പോലെയല്ല ഇത്തവണത്തേത്. ഇത് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നല്ലോ, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നുള്ള ആ മുദ്രാവാക്യത്തിലേക്ക് ട്രംപ് അമേരിക്കയെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ള ഒരു പ്രതീതിയെങ്കിലും സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിയും. എനിക്കും തോന്നുന്നത് ഇപ്പം ഈ ചർച്ച ഇതിപ്പം നമ്മൾ ഉറ്റുനോക്കുന്നത് ആണവ കരാർ വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുമോ ഇല്ലയോ എന്നുള്ളതാണല്ലോ. US ഇറാൻ ആണവ കരാർ ഇതിൽ ചൊല്ലിയാണല്ലോ തർക്കങ്ങളും ചർച്ചകളും ഒക്കെ. അപ്പം ഇറാന്റെ ആണവായുധം വികസിപ്പിക്കുമെന്നൊരു ആശങ്ക അമേരിക്കയ്ക്കുള്ളതുപോലെ തന്നെ പാശ്ചാത്യ രാജ്യങ്ങൾക്കുമുണ്ട്. ഈ ചർച്ചയിൽ ഇപ്പൊ തീരുമാനം ഉടലെടുക്കുമെന്നുള്ള കാര്യം അറിയില്ല. ഇപ്പം തുർക്കിക്ക് പകരം ഒരു സേഫ് ലാൻഡ് ആയിട്ട് ഇറാൻ തിരഞ്ഞെടുത്തതാണ് ഒമാൻ. ഒമാൻ എന്ന് വെച്ചാൽ നമുക്കറിയാം ഇതിനു മുൻപ് തന്നെ പല ചർച്ചകൾക്കും നേതൃത്വം വഹിച്ചിട്ടുണ്ട്, മധ്യസ്ഥത വഹിച്ചിട്ടുണ്ട്. ഒരു നിഷ്പക്ഷ രാജ്യമാണ്, എല്ലാ വിഷയങ്ങളും നിഷ്പക്ഷമായി കൈകാര്യം ചെയ്യുന്ന രാജ്യമാണ് ഒമാൻ. അതൊക്കെ ഒരു പ്രതീക്ഷയാണ്. ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ ഒരു ചർച്ച ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു ഫസ്റ്റ് റൗണ്ട് ചർച്ചയായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. ഒരു തീരുമാനമൊന്നും ഉണ്ടാകാൻ ഈ ചർച്ച കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നുന്നു. ഒരു 3-4 റൗണ്ട് ചർച്ചകൾ വേണ്ടി വരുമായിരിക്കും. കാരണം കാലങ്ങൾ തൊട്ടുള്ള ഉപരോധവും കാര്യങ്ങളൊക്കെ തുടങ്ങിയതാണ്. മാത്രമല്ല ഇന്നിപ്പം ഖമനയുടെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഖമനയി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അടിമയാകാനൊന്നും പറ്റുന്നില്ല, കൂടുതൽ ഇറാനുമേൽ ആരും ഈ സമ്മർദ്ദം ചെലുത്താൻ നിൽക്കുകയും വേണ്ട, അങ്ങനെ നിന്ന് തരികയും ഇല്ല എന്നുള്ളൊരു പ്രസ്താവന ഖമനയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അപ്പം അരാഗ്ചി എന്ത് നിലപാട് ഇതിൽ സ്വീകരിക്കും എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് തന്നെ അറിയേണ്ടതാണ്. ഈ കൂടുതൽ അങ്ങ് വഴങ്ങി കൊടുക്കുന്ന ഒരു നില സ്വീകരിക്കില്ല എന്ന് തോന്നുന്നു. കാരണം അങ്ങനെ സ്വീകരിക്കണമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ ഒരു 2 മാസം മുൻപാണ് ഇവരുടെ ആണവ കേന്ദ്രങ്ങളിൽ ഒരു മിസൈൽ വിട്ടത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്. ട്രംപ് മിസൈൽ വിട്ടത് അന്ന് തകർന്നു പോകണമായിരുന്നു ഇറാൻ. പക്ഷേ അന്നും വളരെ കരുത്തോടുകൂടി നിന്ന രാജ്യമാണ്, അമേരിക്കയ്ക്ക് മുന്നിൽ മുട്ടുകുത്താൻ നിന്ന രാജ്യമാണ് ഇറാൻ. ഇറാൻ ഈ ഘട്ടത്തിൽ പോയി ഈ അമേരിക്ക പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുകയും അവർക്കൊപ്പം നിൽക്കുമെന്നും കരുതാൻ തോന്നുന്നില്ല. അങ്ങനെ പറ്റുമെന്ന് തോന്നുന്നില്ല. പിന്നെ മറ്റൊന്ന്, ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ എന്ത് വന്നാലും ഒരു യുദ്ധത്തിലേക്കൊന്നും പോകില്ല എന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ പറഞ്ഞ പോലെ ട്രംപ് ഒന്ന് വിരട്ടാൻ ശ്രമിക്കുകയേ ഉള്ളൂ എല്ലാം. ഇപ്പം മിസൈൽ അയച്ചും അല്ലെങ്കിൽ 1-2 സ്ഥലങ്ങളിലൊക്കെ ഒരു മിസൈലൊക്കെ അയച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വിരട്ടൽ നടത്തുമായിരിക്കും. പൂർണ്ണാർത്ഥത്തിലൊരു യുദ്ധത്തിലേക്കൊന്നും പോകാൻ ട്രംപ് തയ്യാറാകില്ല. അങ്ങനെ തയ്യാറാക്കിയാൽ അത് മധ്യപൂർവ്വ ഏഷ്യയിൽ തന്നെ ഒരു അസ്ഥിരത കൊണ്ടുവരും. കാരണം വെനിസ്വേലയിൽ അത് നടത്താൻ കഴിയും. കാരണം സൈനികമായി അത്ര ശക്തമായ ഒരു രാജ്യമല്ല. അതേസമയം ഇപ്പുറത്ത് നോർത്ത് കൊറിയക്കെതിരെ വിളികൾ ഉണ്ടാവും. പക്ഷേ നേരിട്ട് കയറി ആക്രമിക്കുക എന്നുള്ളതൊന്നും സ്വപ്നത്തിൽ പോലും ഇപ്പോൾ കരുതാൻ പറ്റുന്ന അവസ്ഥയല്ല. കാരണം ഓൾറെഡി അതൊരു ന്യൂക്ലിയർ നേഷനായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ നിലയ്ക്കൊന്നും ഇടപെടൽ നടത്തുക. അപ്പം കയ്യൂക്കുള്ളവും കാര്യക്കാരൻ എന്നുള്ള പ്രശ്നം. ഇറാന്റെ കേസ് വന്നാൽ നമ്മൾ പറഞ്ഞ പോലെ റഷ്യ
ചൈന, ഇറാൻ, നോർത്ത് കൊറിയ 4 പേരും ടീമാണ്. ഇവരെല്ലാരും കൂടെ രാവിലെ എഴുന്നേറ്റ് യുദ്ധത്തിനിറങ്ങുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പക്ഷേ അവർ ഐക്യം ഐക്യം അവര് കാണിക്കും. കാരണം ഇപ്പം റഷ്യ ആണെങ്കിലും ഫ്രസ്ട്രേറ്റഡ് ആണ്, ടോട്ടലി ഫ്രസ്ട്രേറ്റഡ് ആണ് റഷ്യയുടെ ഭാഗത്തു നിന്നാണെങ്കിലും. പിന്നെന്ന് വെച്ചാൽ നമുക്കിത് ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എല്ലാ രാജ്യങ്ങളും പ്രായോഗിക പൊളിറ്റിക്സിന്റെ വക്താക്കളാണ്. ഈ നമ്മളെ വിചാരിക്കും ഇവൻ ഇവർക്കൊപ്പം ചേർന്നാൽ സ്വാഭാവികമായിട്ട് ഇവൻ കയറി അടിക്കും. അങ്ങനെ ഇല്ല. എല്ലാവരും ഒരു പ്രായോഗിക പൊളിറ്റിക്സ് ആണ്. അവരുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് എന്താണോ അത് നോക്കി മാത്രമേ ഓരോരുത്തരും അവരവരുടെ നിലപാട് സ്വീകരിക്കണം. അതിപ്പം ഇന്ത്യ ആണെങ്കിലും ശരി, ചൈന ആണെങ്കിലും ശരി, റഷ്യ ആണെങ്കിലും ശരി. ഇപ്പം നമ്മുടെ വിപണികൾ നമ്മൾ ഒരാൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണമെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് അവരുടെ വിപണി ഓപ്പൺ ചെയ്തായിരുന്നു. അപ്പൊ നമ്മൾ കുറേയൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തയ്യാറാകണം. അതാണ് ഈ ഓരോ രാജ്യങ്ങളും സ്വീകരിച്ചു വരുന്ന പൊളിറ്റിക്സ്. പ്രായോഗിക പൊളിറ്റിക്സ് പറയുമായിരുന്നു. അപ്പം ഈ കരാറ് എനിക്ക് തോന്നുന്നില്ല ഇതൊരു ഫസ്റ്റ് റൗണ്ട് മറ്റോ ചർച്ചയായിരിക്കും. ഇതിനൊരു തീരുമാനമൊന്നും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ഈ ട്രംപ് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു പാനിക് സിറ്റുവേഷൻ ട്രംപ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്കും ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. രാജ്യം വിടാനും അതേപോലെ തന്നെ തുർക്കിയിലേക്ക് നിങ്ങൾ പോകണമല്ലോ അല്ലെങ്കിൽ അർമേനിയയിലേക്ക് പോകണമെന്നൊക്കെ പറയുന്ന ഒരു പാനിക് സിറ്റുവേഷൻ ചുമ്മാ സൃഷ്ടിച്ചെടുക്കുന്നതായിട്ടാണ് തോന്നുന്നത്. നോക്കാം എങ്ങനെയാണ് കരാറ് മുന്നോട്ട് പോകുന്നത്. നോക്കൂ, മേഖലയിൽ സമാധാനം നിലനിർത്തണം എന്നതാണ് ഇറാന്റെ ആത്യന്തിക ലക്ഷ്യമെങ്കിലും ഏകപക്ഷീയമായ ധാരണകൾക്കോ ഒത്തുതീർപ്പുകൾക്കോ അവർ വഴങ്ങില്ലെന്നാണ് ഇതുവരെയുമുള്ള സൂചനകൾ. രാജ്യത്ത് ആഭ്യന്തര സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നിൽ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കൈകളാണെന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നതാണ് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഒത്തുതീർപ്പിന് വഴങ്ങിയില്ലെങ്കിൽ ഇറാനെതിരെ ശക്തമായ നീക്കത്തിലാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് എങ്കിൽ കൂടിയും റഷ്യയും ചൈനയും ഇറാന് പ്രഖ്യാപിച്ച പിന്തുണ അവരെ ചെറുതായെങ്കിലും ഭയപ്പെടുത്തുന്നുണ്ടാകാം. യുറേനിയം സമ്പുഷ്ടീകരണം നിർത്തിവെക്കണം എന്നതടക്കമുള്ള അമേരിക്കയുടെ ആവശ്യങ്ങളോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നതും കണ്ടറിയേണ്ടതാണ്. ഇനിയൊരു പ്രകോപനത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് പോകുമെന്ന ഇറാന്റെ പ്രസ്താവനയും ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്.